ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ ആയില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇപ്പം മാങ്ങേൻ്റെ സീസണാണ്. പ്രത്യേകിച്ച് നല്ല ഈ ചൂടിൽ നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത മാങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ നിർബന്ധമാണ്. ഷെൻസയാണ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ഉഷാറായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത മാങ്ങ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നാരുള്ളൊരു മാങ്ങയാണ്, എന്നാലും ഇതിൻ്റെ ഫ്ലേവർ നല്ല രസമുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ആദ്യം ഒന്ന് ചെത്തിക്കളയട്ടെ. അപ്പോൾ തൊലി നമുക്ക് ഇങ്ങോട്ട് വലിച്ചാൽ തന്നെ പോരും. അപ്പോൾ ഷൻസ് അത് ഒരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ പിന്നാണ്ട് ചെയ്യേണ്ടി വന്നു. അവൾക്ക് നിർബന്ധം എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, ചെയ്യണം. അപ്പോൾ ആയിക്കോട്ടെ, ഈ പ്രായത്തിലുള്ളൊരിതല്ല ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കിട്ടാണ്ടായപ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ പിന്നെ കളഞ്ഞ് കൊടുത്ത് അത് നല്ലതുപോലെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യും. ഇപ്പോൾ ചൂട് അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. അപ്പോൾ ഈ നേരത്തൊരു തണുത്ത് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അപ്പോൾ മാങ്ങ അതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ട് തൊലി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലെടുക്കാം. മിക്സീൻ്റെ ജാറിലിട്ട് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ അടിച്ചിട്ടതിന് ശേഷം ഇതിൽ വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോഴല്ല മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. കാരണം അതിന് ഈ മാങ്ങയ്ക്ക് കുറച്ച് നാരുണ്ട്. പക്ഷേ ഏറ്റവും നമ്മൾ എടുക്കുമ്പോൾ മാങ്ങയ്ക്ക് നാരില്ലാത്ത മാങ്ങ എടുക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കതിന് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണ ഈ വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ മാങ്ങയിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു മാങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ബീറ്റായി വരും. വല്ലാണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ആയതിനു ശേഷം നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങേൻ്റെ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ജ്യൂസ് നല്ല കട്ടിയിലാണ്, നമ്മൾ വെള്ളമൊന്നും അല്ലാണ്ട് ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മാങ്ങൻ്റെ എസൻസ് വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നല്ലതുപോലെ ആക്കി നമുക്കൊന്ന് അതുപോലെ മൂടി വയ്ക്കാൻ പറ്റും നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിൽ ഞാൻ ചെയ്തേക്കണം ഇത് മാത്രം അടിച്ചത്, മറ്റേതിൽ ഞാൻ മാങ്ങേൻ്റെ പൾപ്പ് വേറെ ജ്യൂസ് അടിച്ചിട്ട് അതിൽ മിക്സാക്കിയിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത് നമുക്കൊരു ഇതുപോലത്തെ വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിലാണ് ഞാൻ മാങ്ങേൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ അതെടുത്ത് നമുക്ക് ഒരു ഫ്രിഡ്ജിൽ കുറച്ച് ടൈം വയ്ക്കാം. പക്ഷേ ഇത് ആവാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം മക്കൾക്ക് ധൃതിയായിരുന്നു. വേഗം അതെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നാണെങ്കിൽ കറണ്ട് പോക്കും ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം അത് റെഡി ആയിട്ട് പിന്നെ നമ്മൾ എടുത്തത് ഇത് കഴിഞ്ഞ് ഫ്രിഡ്ജിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണതാണ് കേട്ടോ. നമുക്കിനി സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കാണാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത്. ഞാൻ നല്ല കറണ്ട് പോക്കുള്ളതുകൊണ്ട് അന്ന് സെറ്റായി ഉണ്ടായിരുന്നില്ല. അത് നമുക്കത് പൊക്കി നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാനതൊരു ഐസ്ക്രീമിൻ്റെ ഇതുകൊണ്ട് ഞാൻ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ചെറുതാക്കി അരിഞ്ഞു വെച്ച മാങ്ങയും പഞ്ചസാരയും കൂടി മിക്സാക്കിയിട്ട് ഇത് നമുക്ക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്നുമ്പോൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ ഐസ്ക്രീമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കണ്ണിൽ പൊടിയിടാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ എളുപ്പമുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബായ്.